ശ്രീ എം ജയചന്ദ്രൻ, നോക്കൂ, ഇപ്പോൾ എസ് കെ സജീഷ് പറഞ്ഞതുപോലെ മറ്റാരുണ്ട് എൽ ഡി എഫ് അല്ലാതെ എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം മലയാളിയുടെ നാവിൻ തുമ്പിലേക്ക് തനിയെ ഒഴുകിയെത്തുന്ന, അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഒഴുകിയെത്തുന്നൊരു വാചകം, ഒരു മുദ്രാവാക്യം, അത് ഇപ്പോൾ ഇല്ല, ഞങ്ങളുണ്ട് ഇവിടെ. അതിന് ഒരു ഉത്തരമായി ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഞങ്ങളിവിടെ ഉണ്ട്, യു ഡി എഫ് ഉണ്ട് ഇവിടെ, നിങ്ങൾക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾക്കപ്പുറം മറ്റ് ആളിവിടെ ഉണ്ട്, ഞങ്ങളാണത്, അതാണ് യു ഡി എഫ് എന്ന് ആത്മവിശ്വാസത്തോടുകൂടി ആളുകളുടെ മനസ്സിലേക്ക് അത് കൊണ്ടുവന്ന് എത്തിക്കാൻ, അങ്ങനെ ഒരു പദം പറയിക്കാൻ പറ്റാത്ത വിധം അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലില്ല നേതാക്കൾ, ഡൽഹിയിൽ തമ്പടിച്ചിരിക്കുകയാണ്. കോൺഗ്രസിൽ പ്രതിസന്ധി ഇല്ല എന്ന് പറഞ്ഞാൽ താങ്കൾ സമ്മതിക്കുമോ? ഡോക്ടർ ലാൽ, നമ്മൾ പലപ്പോഴും ഉദ്ധരിക്കാറുള്ള ഒരു പ്രസിദ്ധമായ ഒരു ഉദ്ധരണിയുണ്ട്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. നമ്മളെപ്പോഴും ഉദ്ധരിക്കാറുള്ളതാണ്, ഖുറാനിലേതാണ് ഉദ്ധരണി. ഇവിടെ നമ്മൾ കാണുന്നത് വളരെ രസകരവും വിചിത്രവുമായ കാഴ്ചകളാണ് കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഗതി വന്നത് ഇദ്ദേഹത്തിൻ്റെ, പ്രതിപക്ഷ നേതാവിൻ്റെ, അവരുടെ വിശാലമായ അർത്ഥത്തിൽ പറഞ്ഞാൽ യു ഡി എഫ് ചെയർമാൻ്റെ ഈ പുതുയുഗ യാത്ര സമാപനത്തിന് ശേഷം വലിയ പ്രശ്നങ്ങൾ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് പൊട്ടിത്തെറിക്കുന്നത് നമ്മൾ കാണുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് കെ സുധാകരന്റെ പ്രശ്നം. ഈ പുതുയുഗ യാത്രയ്ക്ക് ശേഷമാണ് ഇതൊക്കെ കേട്ടോ. ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായി നമുക്ക് തോന്നിപ്പിക്കാവുന്ന ഒരുപാട് നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ, അത് സുധാകരനിൽ നിന്ന് തുടങ്ങി ഒരുപാട് പേരിലേക്ക് സ്പ്രെഡ് ചെയ്ത് അതിനൊരു ഇങ്ങനെ റേഡിയേറ്റ് ചെയ്യുന്നത് പോലെയാണ് അത് വരുന്നത്. സുധാകരൻ തുടങ്ങുന്നു, അത് തൊട്ട് പിന്നാലെ കോഴിക്കോട് എം പിയിലേക്ക് വരുന്നു, പിന്നീട് അത് മറ്റ് പല എം പിമാരിലേക്കും പടർന്നു കയറുന്നു. അങ്ങനെ വരികയാണ്. ഇവരാരും ചെറിയ പുള്ളികളല്ല. ഇപ്പൊ കെ സുധാകരനെ തന്നെ സിംഹം എന്നാണ് അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ളവർ അഭിമാനത്തോടെ പറയാറുള്ളത്. എത്ര ഭാഗത്തുള്ളവർ പരിഹാസത്തോടെ സിംഹം എന്നും പറയും. എന്താണ് കാരണം? അദ്ദേഹം പഴയ വനംവകുപ്പ് മന്ത്രിയായിരുന്നു. കാട്ടിലെ വലിയ സിംഹമാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അന്ന് പോലെ അങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അത് സിംഹമായി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ തരത്തിൽ ഇദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അദ്ദേഹത്തിന്റെ ഒരു താല്പര്യം തുറന്നങ്ങ് പ്രകടിപ്പിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് കണ്ണൂർ എം എൽ എ ആയാൽ, യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയാൽ, കണ്ണൂർ എം എൽ എ ആയിട്ട് നിന്ന് ജയിച്ചാൽ അദ്ദേഹത്തിന് ചെറിയ സ്ഥാനം വന്ന് കൊടുക്കാൻ കഴിയും. ഒരു മുൻ കെ പി സി സി പ്രസിഡന്റാണ്. ഏതെങ്കിലും ഒരു വകുപ്പിന്റെ മന്ത്രിയായിട്ട് മൂലക്കിരുത്താൻ കഴിയും? ഇല്ലല്ലോ. സുപ്രധാനമായ പദവി തന്നെ കൊടുക്കണം.